ലീഗിന്റെ ഉറച്ച കോട്ടയാണ് വേങ്ങര മണ്ഡലം. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ തട്ടകമായ വേങ്ങര നിലനിർത്താൻ ഇത്തവണ കെ.എം. ഷാജിയാണ് UDF നിയോഗിച്ചത്. സ്വതന്ത്ര പരീക്ഷണവുമായി ഇടതുപക്ഷവും മണ്ഡലത്തിൽ സാന്നിധ്യമാകാൻ NDAയും കച്ചമുറുക്കുമ്പോൾ വേങ്ങരയിലെ പോരാട്ടം ശക്തമാണ്. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് വേങ്ങര മണ്ഡലം. പി.കെ. കുഞ്ഞാലിക്കുട്ടി 30,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വേങ്ങരയിൽ നിന്ന് വിജയിച്ചത്. ഇത്തവണ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറിയപ്പോൾ പകരക്കാരനായി കെ.എം. ഷാജിയെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനവും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇത്തവണ വൻ ഭൂരിപക്ഷം നൽകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കെ.എം. ഷാജി. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലത്തെ ഒരു വലിയ നേതാവിന്റെ ഒരു ലെഗസിയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തം കൂടും. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളോട് പറയുന്ന വാക്ക് അത് പാലിച്ച് നിർവഹിക്കാനുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തീർച്ചയായും സീരിയസ് ആയിട്ട് അതുണ്ട്. സബാഹ് കുണ്ടുപഴക്കലാണ് ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ SDPI പിന്തുണയുള്ള സ്വതന്ത്രനായി കത്രിക ചിഹ്നത്തിൽ സബാഹ് മത്സരിച്ചിരുന്നു. ഇത്തവണയും കത്രിക തന്നെയാണ് സബാഹിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും നാട്ടുകാരൻ എന്ന പ്രതിച്ഛായയും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സബാഹ്. വേങ്ങരക്കാർക്ക് വേണ്ടി വേങ്ങരക്കാരൻ, അതാണ് അതിൽ ഉദ്ദേശിച്ചത്. നമ്മളെ ക്യാപ്ഷൻ തന്നെ അതാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നത്, ഞങ്ങൾ ഇവിടുത്തെ MLA ഒക്കെ എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും ഒരാൾ വരും, മത്സരിക്കും, ഓല് പോവും, ഒരു കാര്യമില്ലായിരുന്നു. അതിൽ നിന്നൊരു മാറ്റാണ് ജനം. കാരണം ഒരു വികസന പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി വേങ്ങരയിൽ നടക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത സങ്കല്പത്തോടൊപ്പം കേരളവും മാറുമെന്ന പ്രതീക്ഷയിൽ NDAയും മണ്ഡലത്തിൽ സജീവമാണ്. BJPക്ക് അനുകൂലമായ മാറ്റം വേങ്ങരയിലും പ്രകടമാണെന്ന് NDA സ്ഥാനാർത്ഥി VA ജയകൃഷ്ണൻ പറയുന്നു. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാതെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നിട്ട് വോട്ട് ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ BJP അധികാരത്തിൽ വന്നല്ലാതെ നടക്കാൻ കഴിയില്ല. 70 വയസ്സിന് മേലെ പ്രായമുള്ള ആളുകൾക്ക് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജുള്ള ആ വയോവന്ദന പദ്ധതി നടപ്പിലാക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. വെൽഫെയർ പാർട്ടി ബന്ധമുയർത്തി UDFനെതിരെ ഇടതുപക്ഷം മണ്ഡലത്തിൽ പ്രചരണം നടത്തുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി SDPIക്കാരനാണെന്ന വാദമുയർത്തിയാണ് UDF പ്രതിരോധിക്കുന്നത്. വികസനത്തിനപ്പുറം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുന്ന വേങ്ങരയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പോരാട്ടം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം.